ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമയുടെ വൻ വിജയത്തിന് ശേഷം വീണ്ടും വിപിൻ ദാസ് പൃഥ്വിരാജ് കോംബോ ഒരുമിക്കുന്ന സിനിമയാണല്ലോ സന്തോഷ് ട്രോഫി. നേരത്തെ ഒരു ഘട്ടത്തിൽ പാരലായിട്ട് പൃഥ്വിരാജിന്റെ ഷൂട്ട് നടക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായ സിനിമകളായിരുന്നല്ലോ സന്തോഷ് ട്രോഫി, നോബഡി. ഇപ്പോഴത്തെ സന്തോഷ് ട്രോഫിയുടെ ഷൂട്ട് നീട്ടിവെച്ചിരിക്കുകയാണ്. പകരം കെട്ടിയോളാണ് എൻ്റെ മാലാഖ സിനിമയുടെ സംവിധായകൻ നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന നോബഡിയുടെ ഷൂട്ടായിരിക്കും ഈ ഏപ്രിൽ മാസം ആദ്യ വാരം ആരംഭിക്കുക. അതേസമയം സന്തോഷ് ട്രോഫിയുടെ ഷൂട്ടിംഗ് ഈ വർഷം ഒക്ടോബർ മാസത്തിലേക്ക് നീട്ടിയെന്നാണ് അവസാനമായിട്ട് അറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഇതിൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പ്രേക്ഷകരെ പിന്നീട് അറിയിക്കുന്നതാണ്. കൂലി എന്ന സിനിമയിലെ ഡാൻസർ വേഷത്തിലെത്തുന്ന പൂജ ഹെഗ്ഡെയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസമായിരിക്കും രജനികാന്ത് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക. ഇന്നൊരു ഹിന്ദി സിനിമയുടെ ടീസർ പുറത്തു വന്നെങ്കിൽ അടുത്ത ദിവസങ്ങളിലും വിവിധ ഭാഷാ സിനിമകളുടെ ടീസർ വരുന്നുണ്ട്. കണ്ണപ്പ നമ്മുടെ ലാലേട്ടനും പ്രഭാസ് സലാം ഗസ്റ്റ് കാമിയോ റോളിൽ എത്തുന്ന ഏറ്റവും പുതിയ തെലുഗു പാൻ-ഇന്ത്യൻ സിനിമയാണല്ലോ. ചിത്രത്തിന്റെ ടീസർ മാർച്ച് 1-ാം തീയതി പുറത്തുവരുമെന്നൊരു ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. മോളിവുഡിൽ നിന്നും നാളെ ഒരു സിനിമയുടെ ടീസർ റിലീസ് ചെയ്യുന്നു. അത് ആസിഫ് അലി നായകനെത്തുന്ന ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമയുടെ ടീസറാണ്. നാളെ ഫെബ്രുവരി 28-ാം തീയതി വൈകിട്ട് 6 മണിക്കാണ് സിനിമയുടെ ടീസർ റിലീസ് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത്. ഈ വരുന്ന വിഷു നാളിൽ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് അവസാനമായിട്ട് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. നാളെ തമിഴിൽ നിന്നും ഒരു വമ്പൻ സിനിമയുടെ ടീസർ റിലീസ് ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണല്ലോ. അത് ഗുഡ് ബാഡ് അഗ്ലി ടീസറാണ്. അജിത്തിന്റെ അടുത്തൊരു പക്ക മാസ് കൊമേഴ്ഷ്യൽ സിനിമ എന്ന നിലവിൽ ഉറപ്പ് പറയാവുന്ന സിനിമയുടെ ടീസർ റിലീസ് സമയ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം നാളെ ഫെബ്രുവരി 28-ാം തീയതി വൈകിട്ട് 7:03 സിനിമയുടെ ടീസർ റിലീസ് ചെയ്യും മാമേ എന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരെ അറിയിച്ചിരിക്കുന്നത്. 1 മിനിറ്റ് 34 സെക്കൻഡാണ് സിനിമയുടെ ടീസർ ഡ്യൂറേഷൻ. നാളെ ഫെബ്രുവരി 28-ാം തീയതി ഒരു മലയാളം സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നു. ആപ്പ് കൈസേ ഹോ എന്നാണ് സിനിമയുടെ പേര്. ധ്യാൻ ശ്രീനിവാസനാണ് അഭിമുഖങ്ങളിലൂടെ തരംഗമായ സിനിമയിലെ നായകൻ. അവസാനത്തേത് നമ്മുടെ ലാലേട്ടന്റെ സിനിമയെക്കുറിച്ചാണ്. ആശീർവാദ് സിനിമാസിന്റെ വാർഷികത്തിൽ പ്രഖ്യാപിക്കാനാവാതെ പോയ ഒരു ലാലേട്ടൻ സിനിമയുടെ പ്രഖ്യാപനം അണിയറയിൽ ഒരുങ്ങുന്നുവെന്ന് നേരത്തെ തന്നെ പ്രേക്ഷകരെ അറിയിച്ചതാണല്ലോ. ഇപ്പോഴത്തെ ആ പ്രഖ്യാപനത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ശക്തമായ റൂമേഴ്സ് പ്രചരിക്കാത്ത ഒരു ആക്ടർ ഡയറക്ടർ കോംബോയുടെ പ്രഖ്യാപനമാണ് ആശീർവാദ് സിനിമാസിൽ നിന്നും ലാലേട്ടൻ സിനിമയുടെ പ്രഖ്യാപനമായിട്ട് വരാനായിട്ടിരിക്കുന്നത് എന്നൊരു റിപ്പോർട്ടാണ് ഇപ്പോഴത്തെ വന്നിരിക്കുന്നത്. ആ സിനിമയുടെ പ്രഖ്യാപനം അടുത്ത ഏതാനും ദിവസങ്ങളിൽ തന്നെ വരുമെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ആ മിന്നൽ കാർണിവൽ പ്രഖ്യാപനത്തിനായിട്ട്.